കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ അനാത്മാരമല്ലാതെ വേറൊന്നില്ല. സകല ഭാവങ്ങളെയും നശിപ്പിക്കുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ അതിരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടപെടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാത്മാവിൽ നിന്നും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണം. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമള പോലെ നിലയേറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവ് ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നാം വ്യക്തിയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണം. നീ എന്റെ സകല പാപങ്ങളെയും കവർന്നതുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണം. എന്റെ ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിലുണ്ടാകരുത്. ഓം ശാന്തി ശാന്തി ശാന്തി.